ഹായ് നമസ്കാരം. കുറേ നാളുകളായൊരു വീഡിയോ ഇട്ടിട്ട് സമയം കിട്ടണില്ല. കുഞ്ഞു വാവയും ജോലിയും എല്ലാം കാരണം നല്ല സ്നോഫോളാണ് കേട്ടോ. ഞങ്ങളുടെ മേത്തേക്ക് സ്നോ ഒന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. എന്താ സ്നോ വീണുകൊണ്ടിരിക്കണം. നല്ല സ്നോഫോളാണ്. ഇവിടെ ഒരു ചെറിയ ഫോറസ്റ്റാണ് കേട്ടോ ബാക്കി കാണുന്നത്. പക്ഷെ നേരിൽ ക്യാമറയിലേക്കായും ഭംഗിയാണ് നേരിൽ കാണാൻ. നല്ലോണം ഇന്ന് ഫുൾ ഐസാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് പിടിച്ച സ്നോ ഭയങ്കര സ്നോ കൂടി ഇതിനു മുമ്പ് പിടിച്ച കുറേ വീഡിയോസിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഉണ്ട്. അപ്പം ഞാൻ അതെല്ലാം കൂടി വെച്ചിട്ട് ഇതൊരു സാമ്പാർ അവിയൽ പോലെയൊക്കെ ഒരു വീഡിയോ ആക്കുമ്പോൾ പലപ്പോഴായിട്ട് പിടിച്ച് ചില സമയത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. സ്നോ വരുമ്പോൾ നമ്മൾ റോഡിലൊക്കെ ആണെങ്കിൽ നേരത്തെ വരണേക്കാവുമ്പോൾ ഐസ് ഇട്ട് വയ്ക്കും. പിന്നെ സ്നോ അപ്പം തന്നെ തീരുമ്പോൾ തന്നെ അത് മാറാനൊരു വണ്ടി വന്നിട്ട് അതെല്ലാം കളയും. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസതേ. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയിൽ നിൽക്കണം. ഫുൾ സ്നോ. ഞങ്ങളുടെ മേത്തേക്കൊക്കെ സ്നോ വീടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് ഈ സ്നോയുടെ സ്റ്റാറുള്ള എനിക്ക് ഒരു പ്രാവശ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ ചാടുന്ന സ്നോ എല്ലാം ഇങ്ങനെ കുഞ്ഞ് പഞ്ഞിയുടെ ചെറുതായിട്ടാണ് ചാടുന്നത്. ആ സ്റ്റാർ സ്നോ വരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാലൻസും കൂടി ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. നല്ല സണ്ണ് വന്നിട്ടുണ്ട്. അപ്പോൾ സണ്ണിൽ കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ മുകളിലൊക്കെ ഇതേ അത്രയും ഒരു വലിയൊരു തിക്നെസ്സിൽ സ്നോയാട്ടോ. സണ്ണുള്ള കാരണം ഇത്രയോടും ബ്യൂട്ടിയാണ്. പക്ഷേ ഈ ഐസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ദിവസമാകുമ്പോൾ മടുക്കും. പിന്നെ ഒന്ന് പുറത്തിറങ്ങാനോ അത് ഒന്ന് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ലിപ്പാവാൻ സാധ്യത, സ്ലിപ്പാവും. ഭയങ്കര പാടാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൂർ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. പുറത്തുള്ള കാഴ്ചകൾ ഇങ്ങനെ കേട്ടോ. എല്ലാ മരത്തിലും ഇങ്ങനെ ഐസ് എടുക്കുന്നു. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കണ്ട ഈ വലിയ മരത്തിലൊക്കെ. ഇനിയിപ്പോൾ കാറ്റ് വരികയാണെങ്കിൽ ഇതെല്ലാം കുടഞ്ഞു പോവും, താഴെട്ടാവും. അതുപോലെ തന്നെ മഴ വന്നാലും പോവും. അപ്പോൾ ഞങ്ങൾ ഇനി മുറ്റത്തിറങ്ങിയതാണ്. അകത്തേക്ക് കയറാൻ പോവുക. മതി, ഐസിൽ നിന്ന് ഭയങ്കര പാടാണ്. കൊച്ചിനെ എടുത്തുകൊണ്ട് പുറത്ത് നിൽക്കണേ. ഈ മരം നോക്കുക, നല്ല രസമല്ലേ കാണാൻ. ഇത് വലുതായിട്ട് ഐസ് നിൽക്കട്ടോ. നമുക്കൊന്ന് മുട്ടി നോക്കാം അതിനകത്തേക്ക്. നല്ല സമയത്തിന് മഴയില്ല കേട്ടാ. ഐസ് കളയണം വേണ്ടി ബാക്കിയുടെ ഉപ്പിടുന്നു. ഫ്രണ്ടിൽ ഐസ് മാറ്റിക്കൊണ്ടിരിക്കണോ. ചേട്ടൻ നടന്നോണം നോക്കി. ആനക്കുഴി കേട്ടോ ഞങ്ങളത്. ഞാൻ വീഴാൻ പോയി. സത്യം പറഞ്ഞ അമ്മേ വീഴാൻ പോയി. ചേട്ടൻ പോണ ആ കുഴിക്കിടെ ഞാൻ വന്നെ. ഒന്നപ്പാ ജിങ്കേ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ റോട്ടിൽ മാത്രം ഐസ് നീക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ലിപ്പാവണം. എനിക്ക് ഇതിലിറങ്ങിയാൽ അപ്പം തന്നെ ജലദോഷം വരും. അപ്പം എൻ്റെ ചെരുപ്പിലും പാൻറ്റിലും മൊത്തം ഐസാണ്. ക്രിസ്മസ് ട്രീ ഉണ്ടോ ഫുൾ ഐസായിട്ട്. പഞ്ഞിക്കെട്ട് കാണണോ? അതെ, പഞ്ഞിക്കെട്ടുകൾ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഹെൽത്ത് സെൻ്ററിലേക്ക് പോന്നു. വണ്ടിയിൽ ഫുൾ ഐസ് കവർ ചെയ്യും. പിന്നെ ഇലക്ട്രിക് ലൈനിൽ ഐസ്. അവിടെ ഒരു ലേക്കുണ്ട്. ലേക്കല്ല കേട്ടോ, കടലാണേ. കടലിൽ ഐസ്. കടലിൽ ബോട്ട് ഐസ്. ഇത്
ഹലോ, അതിമനോഹരമായ കാഴ്ചകൾ. എല്ലാ ചെടികളും അല്ലേ, മരങ്ങളൊക്കെ ഐസിൽ പൊതിഞ്ഞു നിൽക്കുന്നു. ആഹാ, ജിങ്കിന്റെ വായനത്തിന് താത്തി. എൻ്റെ അമ്മോ, ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്യാണ് കേട്ടോ. സ്നോ ഉണ്ടെങ്കിൽ രാത്രിയിൽ നല്ല പ്രകാശമാണ്, നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ. വടിയിലേക്കൊക്കെ നോക്കി നല്ല വെളിച്ചം. ഫുൾ ഒരു മഞ്ഞുമഴയിൽ ഞാനും പന്നപ്പനും. നമ്മൾ ഏഷ്യൻ കടന്ന് ഷോപ്പ് ചെയ്ത് പിന്നെ ഡെക്കോണൻ മാൾ എന്ന് പറഞ്ഞാൽ വലിയൊരു സിറ്റി സെൻ്ററാണ്. ഒത്തിരി മാളുകളുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഓർബിറ്റിന് ഒരു സാൻഡ്വിച്ചാണ് ഭയങ്കര ടേസ്റ്റ്. പന്നപ്പൻ ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. എന്ത് സാധനമാണോ, അതോ ചോക്ലേറ്റ് ടൈപ്പ് സാധനങ്ങൾ, അവിടുത്തെ ട്രഡീഷണൽ സാധനങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. ഐസ്ക്രീംസ്. ജിങ്ക് നമ്മളെ നോക്കണേ. ജിങ്ക് കുറേ ഡ്രസ്സുകൾ. ഇതെല്ലാം സോസേജസ് ആണേ. ഇതെല്ലാം സോസേജസ് ആണ്. ഇവിടുത്തെ നമ്മളൊരു വില്ലേജിൽ കയറി കേട്ടോ. ക്രിസ്മസ് സാന്താ വില്ലേജാണിത്. ഇല്ലേ ഒരേ സാധനങ്ങള്. എനിക്ക് കാണിച്ചു കൊടുക്ക. ചീസസാ. ഇങ്ങനെ ഇഷ്ടം കാണണേ. ഇത് ഡോണറ്റ്സ് അല്ലേ? അല്ല, എന്തിലും ഒരു സാധനം വാങ്ങാനല്ല. ആ നമ്മുടെ കണ്ടു കഴിഞ്ഞ് ഈ കയറിയ സ്ഥലം എത്തി. ഒരു മല നമ്മുടെ ഹിമാലയം പോലെയൊക്കെ തോന്നിക്കണേ കേട്ടോ. മഞ്ഞൊന്നും കിടക്കണുണ്ടോ, നല്ല രസമുള്ള കാഴ്ച. ഹിമാലയത്തിൽ ഇങ്ങനെ മല കിടക്കും, മഞ്ഞ് കിടക്കുന്ന പോലെ. ഇവിടെയൊക്കെയാണ് നിറച്ചും സ്നോ കേട്ടോ. ഇവിടെ റെയിനും കൂടി ഉള്ള സ്ഥലമായ കാരണം സ്നോ അത്ര കട്ടിയായിട്ടില്ല. ഇന്നലെ സ്നോ ഉണ്ട്, പക്ഷെ റെയിനും ഉണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോട്ടോ. ബസ്സിൽ കയറി. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ട്രെയിനിൽ കയറണം. ഇതാണ് ഇവിടുത്തെ ബസ്. ഓരോ സ്റ്റോപ്പുകൾ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഔട്ട് സൈഡ് പൊന്നപ്പൻ. ഇത് ബസ്സിൻ്റെ ഡോറ്. ഇതിലെ ഉണ്ടാ കളിക്കുന്നുണ്ട്. ഫെറിയിലുള്ള കളിസ്ഥലാണ് ബേബീസിന്റെ. എനിക്കൊരു മാതാമൂച്ചായിട്ട് കളിക്കണം. പ്രാമിൽ ഇവിടെ ടി വി ഉണ്ട്. ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണേ. ഇവിടെ പ്രാമിലിരിക്കുകയാണ് അവൻ. ഞങ്ങൾ ട്രാമിൽ കയറി. ഈ ട്രാമിൽ നിന്ന് ഡിസംബർ 21
എല്ലാ സ്ഥലത്തും എല്ലാവർക്കും ഹോളിഡേ ആണെന്ന് തോന്നുന്നു. ഒരു മനുഷ്യൻ ഒരാളുള്ളൂ, ഞങ്ങളും വേറെ ഒരാളും കൂടി മാത്രമേ ഉള്ളൂ. ബീവാനൻ എന്നാണ് ഇതിന് പറയണത്.